നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം നടത്തി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. വീണ വിജയനെതിരായ SFIO അന്വേഷണത്തിൽ ദുരൂഹത നീക്കണമെന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ സേവന നികുതിയുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരായ ആരോപണങ്ങളിലും ദുരൂഹതകളിലും വ്യക്തത വരുത്തണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വീണ വിജയന്റെ കമ്പനിക്ക് മറ്റ് നിഗൂഢ ബിസിനസ്സുകാരിൽ നിന്ന് ഇത്തരം ദുരൂഹമായ പണവും ഫീസും കിട്ടുന്നുണ്ടോ എന്നും അഴിമതി നടന്നിട്ടുണ്ടോ എന്നും സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി. കേരളത്തിലെ CPM-ഉം കേരളത്തിലെ കോൺഗ്രസും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നത് ശരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചത്. ഒരു കാലത്ത് കോൺഗ്രസ് അഴിമതിക്കും CPM അക്രമത്തിനും ഭീഷണികൾക്കും കൊലപാതകങ്ങൾക്കും പ്രസിദ്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് കേന്ദ്രമന്ത്രിയുടെ ആക്ഷേപം. രാഷ്ട്രീയ സംസ്കാരത്തിൽ, സ്വജനപക്ഷപാതത്തിൽ, അഴിമതിയുടെ കാര്യത്തിൽ, പ്രീണന രാഷ്ട്രീയത്തിൽ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും രണ്ട് പാർട്ടികളും ഒരുപോലെ തുല്യരായിരിക്കുകയാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. മാത്രമല്ല, ഇരുവരും UPA INDI സഖ്യകക്ഷികളാണ് എന്നത് തന്നെ ഇതിനുള്ള ഏറ്റവും നല്ല തെളിവാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഒരു നിർണായക പ്രതികരണമാണ് കേന്ദ്രമന്ത്രി നടത്തിയിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സ്ലോജിക്കിനും CMRL-നും എതിരായ SFIO അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് കോടതി അറിയിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. എക്സ്ലോജിക്കിൽ നിന്നും CMRL-ൽ നിന്നും KSIDC-യിൽ നിന്നും അടുത്തയാഴ്ച തന്നെ വിശദാംശങ്ങൾ തേടാനാണ് സാധ്യത. 3 കമ്പനികളുടെ ഇടപാടുകൾ വിശദമായി പരിശോധിക്കും. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ROC സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണമാണ് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തിരിക്കുന്നത്. എക്സ്ലോജിക്കും CMRL-നും പുറമെ KSIDC-യും റഡാറിലാണ്. എക്സ്ലോജിക്കുമായുള്ള ഇടപാട് കൂടാതെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ CMRL-ലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിൽ എല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. CMRL ആർക്ക് പണം, എന്തിനൊക്കെ പണം നൽകിയെന്നത് അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ SFIOയ്ക്ക് ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന 6 ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമായ കാര്യമാണ്. കാർത്തി ചിദംബരം ഉൾപ്പെട്ട എയർസെൽ മാക്സിസ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദ് ആയിരിക്കും ഈ കേസിലെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.